വയനാട്ടിൽ ദുരിതപൂർണമായി യാത്ര ചെയ്യേണ്ടി വരുന്ന റോഡുകളിൽ ഒന്നാണ് വൈത്തിരി സുഗന്ധഗിരിയിലേത്. ഇവിടേക്കുള്ള ബസ് സർവീസിനെ ഉൾപ്പെടെ ബാധിക്കുന്ന തരത്തിലാണ് റോഡുകളുടെ അവസ്ഥ. നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിട്ടും റോഡിന്റെ ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടായിട്ടില്ല. വയനാട്ടിലെ പച്ചത്തുരുത്തുകളിലൊന്ന് സുഗന്ധഗിരി. 1976 ഭൂമിയും പാർപ്പിടവുമില്ലാത്ത പട്ടികവർഗ വിഭാഗങ്ങളെ പുനരധിവസിപ്പിച്ച ഭൂമി. എന്നാൽ കാലം ഇത്രയായിട്ടും അവഗണനയുടെ നേർക്കാഴ്ച കാണാം സുഗന്ധഗിരിയിൽ. അതിലൊന്നാണ് ഇവിടേക്കുള്ള പാത. ഈ റോഡിലൂടെ വാഹനങ്ങളെത്താൻ മടി കാണിക്കുന്നത് സ്വാഭാവികം. ഇവിടേക്ക് ആരും തിരിഞ്ഞു നോക്കാറില്ല. സത്യം പറഞ്ഞാൽ പല രാഷ്ട്രീയ പ്രവർത്തന ആൾക്കാർ വന്നാലും ആര് ഭരണത്തിൽ വന്നാലും നമ്മൾ സുഗന്ധഗിരി ഇപ്പോൾ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് വളരെ ദുഃഖകരമാണ് നമുക്ക് ഈ കാര്യം. കാരണം ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വൈത്തിരിക്ക് പോകണമെങ്കിൽ ഒരു 8-9-10 കിലോമീറ്റർ മിനിമം പോകണം. ഇവിടുന്ന് ഒരു പ്രസവ കേസ് തന്നെ വന്നാൽ ഈ റൂട്ടിൽ കൂടെയാണ് നമുക്ക് അവരെ കൊണ്ടുപോകേണ്ടി വരിക. പല ഭരണകൂടങ്ങളും ഇവിടേക്ക് വരുന്നുണ്ടെങ്കിലും വോട്ടിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഇവിടേക്ക് വരിക എന്നല്ലാണ്ട് വേറൊരു ഉപകാരം ഇവിടേക്കില്ല. ചെന്നായ് കവലയിലും 50 ഏക്കറിലും അമ്പയിലും റോഡുകളുടെ സ്ഥിതി ഈ വിധം. ആയിരത്തി 1980 ഈ റോഡ് പണിതത്, അമ്പയ്ക്കുള്ള റോഡ് പണിതത്. അത് പിന്നെ ഒരു ചെറിയ മൈൻറ്റൻസ് വർക്ക് ചെയ്ത് അല്ലാണ്ട് പിന്നെ ചെയ്തിട്ടില്ല. ഈ റോഡിൻ്റെയും കുടിവെള്ളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെയാണ്. യാത്ര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു വാഹനം വിളിച്ചാൽ വരില്ല. ഒരു വാഹനം നമ്മൾ വൈത്തിരുന്ന് ഇപ്പോൾ വിളിക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് ഒരു 350 ഉറുപ്പിക കൊടുക്കണം. ചെന്നൈക്കാല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടാവും. അവിടേക്ക് 350 ഉറുപ്പികയാണ് അവർ ചാർജ് ചോദിക്കുന്നത്. ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ മാത്രം അധിവസിക്കുന്ന ഈ നാട്ടിൽ എന്താണ് ഇനിയും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് എന്നാണ് ഉയരുന്ന ചോദ്യം. എന്നാണ് ഇവിടേക്കുള്ള വഴിയെങ്കിലും ശരിയാവുക എന്ന മറ്റൊരു ചോദ്യം. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.